ഋഷിമാരും തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോൾ പലപ്പോഴും പറയും പണ്ടുള്ളവരൊക്കെ വെറും ജ്ഞാനത്തിന് മാത്രം അങ്ങനെ വർത്തിച്ചവരാണ്. പക്ഷേ പിൽക്കാലത്ത് സന്യാസിമാർ നാരായണ ഗുരുദേവനൊക്കെ വന്നപ്പോഴേക്കും സമുദായ സംസ്കരണവും കർമ്മയോഗവും ഒക്കെ സന്യാസത്തിൻ്റെ ഭാഗമാക്കി മാറ്റി എന്നൊക്കെ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിപ്പോൾ സ്വാമി അതിൻ്റെ സൂചന പറഞ്ഞു. ആ പറഞ്ഞതിനെ ഞാൻ ഒന്നുകൂടി പറയാം. ശങ്കരനെ കുറിച്ച് പറയുമ്പോൾ ശ്രീശങ്കരൻ കർമ്മത്തെ നിഷേധിച്ചു എന്നുള്ള ഒരു ഇതിനെക്കുറിച്ചാണ് സ്വാമിനി ഇവിടെ എടുത്ത് പറഞ്ഞത്. ശങ്കരൻ്റെ ജീവചരിത്രം, ശങ്കരാചാര്യരുടെ ജീവചരിത്രം ഒരൊറ്റ കൊച്ചു ശ്ലോകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പഞ്ചമേ സർവവേദജ്ഞ അഷ്ടമേ സർവശാസ്ത്രക ഷോഡശേ കൃതവാൻ ഭാഷ്യം ദ്വാത്രിംശേ മുനിരഭ്യഘാതം. അഷ്ടമേ സർവവേദജ്ഞ, 8 വയസ്സാവുമ്പോഴേക്കും എല്ലാ വേദങ്ങളും വേദാംഗങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ദ്വാദശേ സർവശാസ്ത്രക, 12 വയസ്സായപ്പോഴേക്കും എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചു കഴിഞ്ഞു. വേദങ്ങളും ശാസ്ത്രങ്ങളുമാണല്ലോ പഠിക്കേണ്ടത്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. 4 മാറ് ആടുക എന്ന് പറയും. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. 16 വയസ്സായപ്പോഴേക്കും ഷോഡശേ കൃതവാൻ ഭാഷ്യം, എല്ലാ പ്രമാണ ഗ്രന്ഥങ്ങൾക്കും വേദാന്ത ഗ്രന്ഥങ്ങൾക്കും മൂലഗ്രന്ഥങ്ങൾക്ക് ഭാഷ്യങ്ങൾ രചിക്കുക എന്നുള്ള, വ്യാഖ്യാനം രചിക്കുക എന്നുള്ള വലിയ മഹനീയമായ കർത്തവ്യം ശങ്കര ഭഗവത്പാദർ 16 വയസ്സായപ്പോഴും കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ 16 വയസ്സ് എന്ത് ചെയ്തു എന്നുള്ളത് എല്ലാവരും അന്വേഷിക്കുന്ന കാര്യമാണ്. പിന്നത്തെ 16 വർഷമാണ് അദ്ദേഹം കാൽനടയായി കർമ്മയോഗിയായി ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ഇന്നത്തെ പോലെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഇല്ലാത്ത കാലമാണ്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് എല്ലാ ദാർശനികന്മാരെയും കണ്ട് അവരുടെ ശാസ്ത്രവും അവരുടെ ദർശനവും അവരുടെ ചിന്താപദ്ധതികളെയും അപഗ്രഥിച്ച് അതിൽ വേദാന്തം അതിൻ്റെയൊക്കെ മുകളിൽ പ്രതിഷ്ഠിച്ച് അവരുടെ ദർശനങ്ങളെയെല്ലാം വേദാന്തത്തിലേക്കാക്കി വഴിതിരിച്ചു കൊടുത്ത് അതിനെ നിഷേധിക്കുകയല്ല ചെയ്തത്. ആത്യന്തികമായി ന്യായം, മീമാംസ, സാഖ്യം മുതലായിട്ടുള്ള ഭാരതീയ ദർശന പദ്ധതികൾ പലതുമുണ്ട്. ചിലത് ദ്വൈതങ്ങളാണ്, ചിലത് വിശിഷ്ടാദ്വൈതങ്ങളാണ്. അങ്ങനെ പല രീതിയിൽ ഉള്ള ദർശനങ്ങളുണ്ട്. ആ ദർശനങ്ങളെ ഇവയൊന്നും പരസ്പര വിരുദ്ധങ്ങളല്ല എന്ന് ശങ്കരാചാര്യർ പഠിപ്പിച്ചു. ഇതെല്ലാം ഒരു സമന്വയത്തിൻ്റെ പാതയിലൂടെ പോകുന്നതാണ്. ഇതെല്ലാം ഉപായമാണ്. റാന്നി എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് വരാൻ പല വഴികളുണ്ട്. പല വഴികളിൽ കൂടെ റാന്നിയിലേക്ക് എത്താം. ഇതുപോലെ അദ്വൈതത്തിലേക്ക് എത്താൻ പല വഴികളുണ്ട്. അതാലാണ് ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ, അതുപോലെ സാഖ്യം മുതലായുള്ള ദർശനങ്ങളെല്ലാം, സാഖ്യയോഗ ദർശനങ്ങളെല്ലാം. ഇങ്ങനെ എല്ലാ ദർശനങ്ങളിലെയും സർവദർശന സംഗ്രഹമായിരിക്കുന്ന വേദാന്തത്തിലേക്ക്, വേദാന്തത്തിൽ തന്നെ അദ്വൈത വേദാന്തത്തിലേക്ക് അദ്ദേഹം ശങ്കര ഭഗവത്പാദരാണ് തിരിച്ചു. ഇത് മുഴുവൻ 4 മഠങ്ങൾ സ്ഥാപിച്ചു. അത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ 4 മഠങ്ങളും ഇന്ന് ഭാരതത്തിൻ്റെ സനാതന ധർമ്മം ഇങ്ങനെ നശിക്കാതെ നിലനിൽക്കുന്നതിന് കാരണം ശങ്കര ഭഗവത്പാദരുടെ ഈ 16 വർഷത്തെ വളരെ സൈലൻ്റായിട്ടുള്ള ഓരോ കോലാഹലങ്ങളും ഇല്ലാതെ ഓരോ പ്രദേശത്തും ചെന്ന്, അതിൽ ഏറ്റവും ആകർഷകമായിട്ടുള്ളത് കാശിയിൽ അദ്ദേഹം എത്തിയപ്പോൾ, അന്ന് അദ്ദേഹത്തിന് 22 വയസ്സാണ് കാശിയിലെത്തിയത്. ആ സമയത്ത് നല്ല യൗവനം, നല്ല ചുറുചുറുക്കുള്ള കാലം. ആ കാലഘട്ടത്തിൽ അവിടെ അങ്ങേറ്റത്തെ തത്വജ്ഞാനികളായിട്ട് പല ദർശനങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ച ആളുകൾ വേദാന്തിയായ ഈ ശങ്കരാചാര്യരെ ഒന്ന് മൂക്കൂത്തിക്കണമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തെ ഒരു ശാസ്ത്ര സദസ്സിലേക്ക് ക്ഷണിച്ചു. വലിയൊരു ശാസ്ത്ര സദസ്സ്. ആ വാക്യാർത്ഥ സദസ്സിൽ ശങ്കരാചാര്യരുടെ അദ്വൈത വേദാന്തത്തെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി മീമാംസാദി ദാർശനികന്മാർ അവർ ഒന്നിച്ചു ചേർന്ന് ഒരു വലിയ സമ്മേളനം അവിടെ വിളിച്ചു. അവിടെ വെച്ച് ശങ്കര ഭഗവത്പാദർ അവിടെ എഴുന്നള്ളി അവിടെ വെച്ച് സദസ്സ് ആരംഭിച്ചു. സദസ്സ് ആരംഭിച്ചപ്പോൾ അതിൽ ആമുഖമായിട്ട് അവിടുത്തെ ഒരു പണ്ഡിതൻ, മീമാംസ ദർശനത്തിലെ ഒരു മഹാപണ്ഡിതനായിട്ടുള്ള ആൾ, പിൽക്കാലത്ത് ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയ ആളാണ് അദ്ദേഹം ശങ്കരാചാര്യരെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഈ സന്യാസി വര്യൻ നമ്മുടെ ഇടയിൽ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് യൗവനത്തിൻ്റെ ഒരു ചെറിയ
ഒരു മതം, ഒരു അഹങ്കാരം അദ്ദേഹത്തിനുണ്ടെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം സ്വയം തന്നെ വിശേഷിപ്പിക്കുന്നത് ജഗദ്ഗുരു എന്നാണ്. ഞാൻ ജഗത്തിൻ്റെ മുഴുവൻ ഗുരുവാണ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത് സാധാരണ അങ്ങനെ ഒരാൾക്ക് സാധ്യമല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ആളുകളുടെയും ഗുരുവാവുക എന്നുള്ളത് സാധ്യമല്ല. അങ്ങനെ സംഗതിയില്ല. നമ്മൾ അങ്ങനെ ഒരാളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ ശ്രീലകത്തിരിക്കുന്ന ആളാണ്. കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. കൃഷ്ണൻ മാത്രമേ ഉള്ളൂ, വേറെ ജഗദ്ഗുരുവായിട്ട് ആരെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ശങ്കരാചാര്യന് ഒരു മനുഷ്യനായിട്ടുള്ള ആള്, അദ്ദേഹം ഒരു 22 വയസ്സായപ്പോഴേക്കും ഇത്രയും ശാസ്ത്രങ്ങളൊക്കെ, ചതുശാസ്ത്ര പണ്ഡിതന്മാരായിട്ടുള്ള ഒന്നിൽ കൂടുതൽ ശാസ്ത്രങ്ങളിലൊക്കെ പാണ്ഡിത്യം നേടിയ നമ്മളെപ്പോലെയുള്ള ആളുകളുടെ ഇടയിൽ വന്ന് സ്വയം ജഗദ്ഗുരു എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ വല്ലാതെ പരിഹസിക്കുകയും ലേശം ശകാരിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ശങ്കരാചാര്യരുടെ ഊഴമായപ്പോൾ, ശങ്കരാചാര്യർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്കാണ് ഞാൻ ജഗദ്ഗുരുവാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോഴും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി തുടങ്ങി. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഈ അഹങ്കാരം മാറിയില്ലേ? ഞാൻ ജഗദ്ഗുരു ആവുന്നത് നിങ്ങളെ പോലെയല്ല. നിങ്ങൾ ജഗദ്ഗുരു ആവുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ജഗദ്ഗുരു അല്ല ഞാൻ. നിങ്ങളുടെ ആ വാക്യത്തിന് നിങ്ങൾ വിഗ്രഹിക്കുന്നതും ഞാൻ വിഗ്രഹിക്കുന്നതും 2 തരത്തിലാണ്. നിങ്ങൾ ഒരാൾ യഥാർത്ഥ ജഗത്തിൻ്റെ ഗുരു ആവണമെങ്കിൽ ആരാവണം? അതാണ് ഞാൻ എന്താ അത് എന്ന് ചോദിച്ചാൽ, ജഗത്താകുന്ന ഗുരുവോട് കൂടിയവൻ എന്നാണ് ജഗദ്ഗുരു എന്നുള്ളൊരർത്ഥം. ജഗത്താകുന്ന ഗുരുവോട് കൂടിയവൻ. എൻ്റെ ഗുരു ഈ ജഗത്താണ്. നിങ്ങളെല്ലാവരും എൻ്റെ ഗുരുനാഥൻ. ജഗത്തിൽപ്പെട്ടവരാണല്ലോ നിങ്ങളെല്ലാവരും. നിങ്ങളെല്ലാവരും എൻ്റെ ഗുരുനാഥൻ. ഞാൻ മാത്രം ശിഷ്യൻ. നിങ്ങളെല്ലാവരും എൻ്റെ ഗുരുക്കന്മാർ. ഭാഗവതം പഠിക്കുമ്പോൾ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയില്ലേ? അതിൽ മലമ്പാമ്പ് ഗുരുവാണ്, സിംഹം ഗുരുവാണ്, വണ്ട്, തേനീച്ച, ഇതൊക്കെ ഈ നിസ്സാര ജീവികളൊക്കെ നമ്മുടെ ഗുരുനാഥന്മാരാണ്. ഓരോ വിഷയങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നവരാണ് ഇവരൊക്കെ. അപ്പം ജഗത്ത് മുഴുവൻ നമ്മുടെ ഒരു തുറന്ന പുസ്തകം പോലെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജഗത്താകുന്ന ഗുരുവോട് കൂടിയവനാണ് ഞാൻ. മറ്റുള്ളവരൊക്കെ ധരിച്ചത് ജഗത്തിൻ്റെ ഗുരു എന്നാണ്. ജഗത്തിൻ്റെ ഗുരു എന്ന് പറയുമ്പോൾ അത് അഹങ്കാരമാണ്. പക്ഷേ ജഗത്താകുന്ന ഗുരുവോട് കൂടിയവൻ ജഗദ്ഗുരു എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഗുരുവാണ്. ഒരു യഥാർത്ഥ ഗുരു ആരാണാകുന്നത്? ഒരു യഥാർത്ഥ ശിഷ്യനാണ്. എന്നും പഠിക്കാൻ തയ്യാറുള്ള ഒരാളെയാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. എന്നും വിദ്യാഭ്യസനി, അങ്ങനെ എന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തത്വജ്ഞാനിയായ ആളായിരുന്നു ശങ്കരഭഗവത്പാദർ. അന്ന് കാശിയിൽ അതിൻ്റെ ചരിത്രം പറയുന്നത്, അന്ന് മണ്ഡലമിശ്രനെ പോലെയുള്ള മഹാപ്രതിഭാശാലികളായിട്ടുള്ള ഒരുപാട് വേദാന്തികൾ, ദാർശനികന്മാർ, നൈയായികന്മാർ, സാഖ്യന്മാർ, മീമാംസകന്മാർ, ഈ ദാർശനികന്മാരൊക്കെ വലിയ പണ്ഡിതന്മാരാണ്. അവരൊക്കെ അനേക ഗ്രന്ഥ രചയിതാക്കളാണ്. അവരെല്ലാവരും ശങ്കരൻ്റെ ശിഷ്യത്വം അവിടെ വെച്ച് സ്വീകരിച്ചു. ഈ ഒരൊറ്റ വാക്കുകൊണ്ട്, ഈ ഒരൊറ്റ വിഗ്രഹം കൊണ്ട് അത് സാധിച്ചു. അത് ശങ്കരന് മാത്രം സാധിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ നമ്മുടെയൊക്കെ ഗുരുവാണ്. ഇങ്ങനെ ആ ശങ്കര പരമ്പരയിൽപ്പെട്ട സന്യാസത്തിൻ്റെ മഹനീയമായ ഒരു തേജസ് ഈ തൈക്കോട്ട് ഇല്ലത്തിനുണ്ട്. അത് വലിയ നമ്മുടെ സുഹൃത്തത്തെ ക്ഷയിക്കാത്ത സുഹൃത്തത്തിൻ്റെ ഒരു ബാങ്ക് ബാലൻസാണ്. അത് നമ്മളെടുത്ത് എന്നും അതിനെ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട്, കൂടുതൽ അതിനെ മഹനീയമാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. തീർച്ചയായും ഇന്നത്തെ ഈ മഹേഷിൻ്റെ ഉപനയനത്തിൻ്റെ വൈഷ്ണവിൻ്റെ ഈ ബ്രഹ്മവിദ്യാ ഉപദേശത്തിൻ്റെ ഈ ദിവസം തന്നെ സനാതന സംസ്കാരത്തിൻ്റെ ഏറ്റവും ഈറ്റില്ലമായ, അല്ലെങ്കിൽ അതിൻ്റെ നിറസാന്നിധ്യമായ വേദത്തിൻ്റെ ഈ സർവസംരക്ഷണവും ഒരു കാലഘട്ടത്തെ ഏറ്റെടുത്ത ഈ തൈക്കോട്ടില്ലത്തെ ഈ പാരമ്പര്യത്തെ ഓർക്കാനും, ഇവിടെയുള്ള ഈ സന്യാസി സംസ്കാരത്തിൻ്റെ, മഹനീയമായ സംസ്കാരത്തിൻ്റെ ആത്മയോഗിനി അമ്മ പ്രതിനിധീകരിക്കുന്ന, അതും സ്ത്രൈണമായ, പലപ്പോഴും
ബ്രാഹ്മണരുടെ ഇടയിൽ